നോക്കൂ, ഈ രൂപത്തിൽ ഉപദേശം നൽകിയ മറ്റേത് മതത്തെ നമുക്ക് കാണുവാൻ സാധ്യമാകും? ഭാര്യയോട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹ മധ്യത്തിൽ വെച്ച് അവളെ തേജോപനം ചെയ്യുന്ന ആളുകളെ സമൂഹത്തിൻ്റെ ഉന്നതന്മാരുടെ കൂട്ടത്തിൽ പോലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ആളുകൾ തങ്ങളുടെ ഭാര്യയുമായി പ്രശ്നമുണ്ടാകുമ്പോൾ മീഡിയകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പബ്ലിക്കായിക്കൊണ്ട് അവളെ തോന്നിവാസം പറയുന്ന, അത്തരം സ്ത്രീകളെ മോശപ്പെടുത്തുന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം സ്ത്രീ ശത്രുക്കൾക്ക് എന്നും അത് വല്ലാത്ത അത്ഭുതവും അതല്ലെങ്കിൽ ഒരു വിമർശന വിധേയമായ ഒരു കാര്യവുമാണ്. ഇസ്ലാമിലെ പെണ്ണിൻ്റെ മേത്ത് കുതിര കയറാൻ എല്ലാ ഇസ്ലാം വിമർശകർക്കും വല്ലാത്ത ധൃതിയും തിരക്കുമാണ്. അവർ മുസ്ലിം സ്ത്രീകളെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്? മുസ്ലിം സ്ത്രീകൾ അടിച്ചമർത്തലിൻ്റെ പാതയിലാണ്, സ്വാതന്ത്ര്യമില്ലാത്തവരാണ്, ഇസ്ലാം പെണ്ണിന് ഒരു അവകാശവും നൽകാത്ത മതമാണ്, മുസ്ലിം പെണ്ണിനെ വെറും പ്രസവിക്കാൻ മാത്രമുള്ള ചരക്കായി മാത്രം കാണുന്ന മതമാണ്, യാതൊരു പരിഗണനയും ഇസ്ലാം മതം നൽകുന്നില്ല, സമ്പത്ത് അവർക്ക് കൊടുക്കുന്നില്ല, വീടിൻ്റെ അകത്തളങ്ങളെ അവർ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഇസ്ലാമിലെ സ്ത്രീകളെക്കുറിച്ചും സ്ത്രീകളുടെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാടുകളെക്കുറിച്ചും പല ആളുകളും പറയാറുണ്ട്. എന്നാൽ വസ്തുതകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എന്താണ് കാര്യമെന്ന് കൃത്യമായി മനസ്സിലാകും. പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് നൽകിയ മഹത്വവും ലോകത്ത് മറ്റൊരു മതവും നൽകിയിട്ടില്ലാത്തതാണ്. ഇന്ന് പുരോഗമനത്തിൻ്റെ പേരു പറഞ്ഞ് സ്ത്രീകളെ നിരത്തിലിറക്കാൻ ശ്രമിക്കുന്നവർ, സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ അളവ് ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, തങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയും പെണ്ണിനെ പ്രദർശന വസ്തുവായി മുന്നിൽ കിട്ടാൻ വേണ്ടി അവരുടെ സ്വാതന്ത്ര്യത്തിനെ പേര് സംസാരിച്ചുകൊണ്ട് പുറത്തിറക്കാൻ ശ്രമിക്കുന്നവരൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യത്തെയും മഹത്വത്തെയും മറച്ചു വെക്കുന്നവരാണ്. പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകളെ ഏറ്റവും ആദരിച്ച മതമാണ്. ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനാകുന്ന സന്ദർഭത്തിലെ സ്ത്രീകളുടെ അവസ്ഥയും ഇസ്ലാം എന്ന മതത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമുള്ള അവസ്ഥയും നമ്മളത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഇതിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ വസ്തുത നമുക്ക് മനസ്സിലാകും. നിങ്ങൾ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രബോധന പ്രവർത്തനവുമായി വരുന്നതിന് മുമ്പ് തന്നെ മക്കയുടെ അവസ്ഥ എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ലല്ല വജൂഹു മുസ്വദ്ദുൻ വഹുവ കളീം. അവരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ജനിക്കപ്പെട്ടത് ഭാര്യ ഗർഭിണിയായി ഗർഭം പൂർത്തിയായി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പ്രസവിക്കപ്പെട്ടത് പെൺകുഞ്ഞാണെന്നവർക്ക് അറിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മുഖം കറുത്തിരുണ്ടു പോകും, അതേപോലെ തന്നെ അവർക്ക് പ്രയാസമുണ്ടാകുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. ആ വചനത്തിൽ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം എന്താണ്? ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ എന്നാണ്. ഒരു പെണ്ണിനെക്കുറിച്ച് പെണ്ണ് ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവർ അതിനെ ദുഃഖമായി കാണുന്നു, പക്ഷേ അള്ളാഹു അതിനെ സന്തോഷമായി പഠിപ്പിക്കുന്നു. വഇദൽ മൗഊദതു സുഇലത്. ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീകൾ, പെൺകുട്ടികൾ നാളെ പരലോകത്ത് എന്തുകൊണ്ട് താൻ കുഴിച്ചു മൂടപ്പെട്ടുവെന്ന് ചോദിക്കപ്പെടുമെന്ന് അള്ളാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ഒരു പെൺകുഞ്ഞിന് ജനിക്കാൻ പോലും അവകാശം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനാകുന്നത്. മാത്രവുമല്ല, ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാകും, ഒരു പെൺകുട്ടി ജനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയെ ജീവനോടെ കുഴിച്ചു അവരിലുണ്ട്. എന്നാൽ ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ അവർ അവകാശം നൽകുകയാണെങ്കിൽ തന്നെ ആ പെണ്ണിനെ വീടിനകത്ത് അവർ വെച്ച് നിൽക്കുകയും ആ പെണ്ണിന് യാതൊരു അവകാശവും നൽകാതിരിക്കുകയും ചെയ്തിരുന്നു. ഒരു പെൺകുട്ടി അവൾ കല്യാണം കഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പെണ്ണായിട്ട് അവൾ മാറും. അവളുടെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ ആ പുരുഷൻ്റെ അനന്തര സ്വത്തുക്കൾ വീതിക്കുന്നത് പോലെ ഈ പെണ്ണിനെയും അവൻ്റെ ഭാര്യയെയും വീതിക്കപ്പെടുമായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നാണ്. അവളൊരു സ്വത്ത് മാത്രമായിക്കൊണ്ട് അവൻ്റെ ഒട്ടകത്തെപ്പോലെ, അവൻ്റെ കുതിരയെപ്പോലെ, അവൻ്റെ സ്വർണത്തെപ്പോലെ, അവൻ്റെ കയ്യിലുള്ള വസ്തുക്കളെ പോലെയുള്ള ഒരു വസ്തു മാത്രമായിക്കൊണ്ട് പെണ്ണിനെ കാണുമായിരുന്നു. ആ ഒട്ടകത്തെയും അവൻ്റെ സ്വത്തിനെയും ആളുകൾ വീതിച്ചെടുക്കും പോലെ ഈ പെണ്ണിനെയും അവൻ്റെ അനന്തരാവകാശി വീതിച്ചെടുക്കുമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് തന്നെ. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനം, പ്രവാചകന് നുബുവത്ത്, പ്രവാചകത്വം കിട്ടിയതിന് ശേഷം ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് വലിയ സ്ഥാനം അവരെ പഠിപ്പിക്കുകയും ആ നിലയിലേക്ക് പ്രവാചകൻ്റെ സഹാബികളെ, മുസ്ലിം ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഷ്കരിച്ചുയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. പ്രവാചകൻ ആവർത്തിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ ഉപദേശങ്ങൾ നൽകുകയും ഭർത്താക്കന്മാരോട്
അതേപോലെ തന്നെ പിതാക്കന്മാരോട് പെൺകുട്ടികളുടെയും ഭാര്യമാരുടെയും വിഷയത്തിൽ പ്രവാചകന് പ്രത്യേകം വസിയത്ത് നൽകിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അറഫ മൈതാനിയിൽ തടിച്ചുകൂടിയ 1,00,000 പരം വരുന്ന ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഖുതുബയിൽ സഹാബികൾക്ക് നൽകിയ ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഉപദേശമായി കൊണ്ട് കാണാൻ സാധ്യമാകുന്നത് അല വസ്തൗസൂ ബിന്നിസാഇ ഖൈറൻ, നിങ്ങൾ അറിയണേ, നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ ഞാൻ ഏറ്റവും നല്ലതുകൊണ്ട് നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു, നിങ്ങൾ ഉപദേശിക്കുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. അവരെ ആവർത്തിച്ച് ഉപദേശിക്കുക, നിങ്ങൾ അവരുടെ കാര്യം ശ്രദ്ധിക്കണമെന്ന്, ഭർത്താക്കന്മാരുടെ ഭാര്യയുടെ കാര്യം ശ്രദ്ധിക്കണമെന്ന്, സഹോദരന്മാരോട് സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്, പിതാക്കന്മാരോട് മക്കളെ ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെ വിഷയത്തിൽ ഏറ്റവും നല്ല ഉപദേശം പ്രവാചകൻ ആവർത്തിച്ച് നൽകുന്നു. മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ ഹദീസിൽ തന്നെ പറഞ്ഞത് അല ഇന്നലക്കും അല നിസായിക്കും ഹഖൻ വലിനിസായിക്കും അലൈക്കും ഹഖൻ, അലയോ നിങ്ങൾ അറിയണേ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളോടും സ്ത്രീകൾക്ക് നിങ്ങളോടും ബാധ്യതകളുണ്ട് എന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളോട് ബാധ്യതയുണ്ട് എന്നാണ് പ്രവാചകൻ ആദ്യം പറഞ്ഞത്. സ്ത്രീകൾക്ക് തിരിച്ചും ബാധ്യതയുണ്ട്. അതേപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാര്യമാരോട് അവർക്ക് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിറവേറ്റണം, പൂർത്തീകരിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലിയത്തുൻ അൻ റഇയതിഹി, ഓരോ മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളിലും കൈകാര്യകർത്തൃത്വം നൽകിയിട്ടുണ്ട്. അവന് നൽകിയ കൈകാര്യകർത്തൃത്വത്തിൽ അവൻ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ അവന് കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ആ കാര്യം ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഭാര്യമാരോട് സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചുള്ളത്. ഇത് വേറൊരു മതത്തിനും കാണാൻ കഴിയില്ല. മതത്തിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളായിക്കൊണ്ട് അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളായിക്കൊണ്ട് സ്ത്രീകളെ നിങ്ങൾ ആദരിക്കണം, സ്ത്രീകളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മതനിയമങ്ങൾ ലിഖിതമായത് മറ്റു മതങ്ങളിൽ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ഒരിക്കലും കാണാൻ സാധ്യമാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരുടെ കൂട്ടത്തിൽ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെയാണ്? തൻ്റെ ഭാര്യമാരോട് ഖിയാറുക്കും ലി അഹ്ലീക്കും, നിങ്ങളിൽ ഏറ്റവും ഉന്നതൻ നിങ്ങളുടെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നാണ്. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞത് ഖിയാറുക്കും ലി നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ. ഭാര്യ ഒരാളെക്കുറിച്ച് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ അവനാണ് ലോകത്ത് ഏറ്റവും ഉന്നതൻ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തൻ്റെ വീട്ടിലുള്ള ഭാര്യയെ അനാവശ്യമായി കൊണ്ട് അവളോട് ചൂടാകുന്ന, അവളെ പ്രയാസപ്പെടുത്തുന്ന ഒരുവൻ നല്ല വ്യക്തിയല്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഭാര്യയുമായി എന്തെങ്കിലും തർക്കമുണ്ടായെങ്കിൽ തന്നെ നിങ്ങളവരെ ഉപദേശിക്കേണ്ടത്, നിങ്ങളവരെ ഗുണദോഷിക്കേണ്ടത് വീടിൻ്റെ അകത്ത് നിന്ന് നിങ്ങളുടെ പ്രൈവറ്റ് റൂമിൽ വെച്ചാണ് എന്ന് പ്രവാചകന് പഠിപ്പിക്കുന്നു. നിങ്ങൾ തല്ലുകയാണെങ്കിൽ നിങ്ങൾ മുഖത്തടിക്കരുത് എന്ന് പ്രവാചകന് പഠിപ്പിച്ചു. ഇനി മുഖത്തല്ലാതെ അടിക്കുകയാണ് എങ്കിൽ അവരുടെ ശരീരത്തിൽ മുറിവുണ്ടാകുന്ന രൂപത്തിൽ നിങ്ങൾ തല്ലാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ രൂപത്തിൽ ഉപദേശം നൽകിയ മറ്റേത് മതത്തെ നമ്മൾക്ക് കാണുവാൻ സാധ്യമാകും? ഭാര്യയോട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹമധ്യത്തിൽ വെച്ച് അവളെ തേജോപനം ചെയ്യുന്ന ആളുകളെ സമൂഹത്തിൻ്റെ ഉന്നതന്മാരുടെ കൂട്ടത്തിൽ പോലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ തിളങ്ങി നിൽക്കുന്ന ആളുകൾ തങ്ങളുടെ ഭാര്യയുമായി പ്രശ്നമുണ്ടാകുമ്പോൾ മീഡിയകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പബ്ലിക്കായിക്കൊണ്ട് അവളെ തോന്നിവാസം പറയുന്ന, അത്തരം സ്ത്രീകളെ മോശപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് മുമ്പിൽ വെച്ച് ഒരു അസഭ്യം പറയുന്ന ആളുകളെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കൂട്ടത്തിൽ മുസ്ലിം നാമധാരികളായ ആളുകളുമുണ്ട്. അതിനെ പരിപൂർണ്ണം നിഷേധിക്കുകയല്ല, മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശം എന്താണ്? മുസ്ലിങ്ങളാണോ ഒരു മുസ്ലിം, അവന് യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ അവൻ്റെ ഭാര്യയെ, സമൂഹത്തിലെ സ്ത്രീകളെ പ്രയാസപ്പെടുത്തുന്നവരാകരുത് എന്ന് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. സ്ത്രീകളെ നിങ്ങൾ മോശപ്പെട്ട കണ്ണുകളോടുകൂടി നോക്കരുത് എന്നിവരെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്ക് നൽകുന്ന വെളിപ്പെട്ട ഉപദേശം ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരോട് പറയാൻ വേണ്ടി, അവരോട് കൽപ്പിക്കാൻ വേണ്ടി, അവർക്ക് ഓർഡർ നൽകുവാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഖുൽ, റസൂലേ പറയണം, ലിൽ മുഅ്മിനീൻ, വിശ്വാസികളായ പുരുഷന്മാരോട് യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തണമെന്ന്. അഥവാ മറ്റു സ്ത്രീകളിലേക്ക്
തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതല്ലാത്ത സ്ത്രീകളിലേക്ക് നിങ്ങൾ തലയുയർത്തിക്കൊണ്ട് നിങ്ങൾ അവരെ നോക്കരുത്, അത്തരം നോട്ടങ്ങൾ നടത്താനേ പാടില്ല എന്ന് പ്രവാചകനെ പഠിപ്പിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലേ, അലിയെ നീ ഒരു പെണ്ണിനെ, അന്യ പെണ്ണിനെ നീ പെട്ടെന്നുള്ള ഒരു നോട്ടം കണ്ടേക്കാം, പക്ഷേ അങ്ങനെ കണ്ട പെണ്ണിനെ രണ്ടാമത്തെ നീ നോക്കുവാൻ പാടില്ല. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ പലരും കടന്നു വന്നേക്കാം, അങ്ങനെ കടന്നു വന്ന സ്ത്രീകളെ നീ വീണ്ടും ആവർത്തിച്ച് നോക്കാൻ പാടില്ല എന്ന് വളരെ സൂക്ഷ്മത പുലർത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി മാത്രവുമല്ല, പ്രവാചകൻ്റെ മകളുടെ ഭർത്താവ് കൂടിയായ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അന്യ സ്ത്രീകളെ, മറ്റു സ്ത്രീകളെ മോശപ്പെട്ട കണ്ണുകൾ കൊണ്ട് നോക്കരുതെന്ന് പോലും ഒരു മതം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മതത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്നത്. കാരണം സ്ത്രീകൾ എന്നത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന, അരികുവൽക്കരിക്കപ്പെടുന്ന, അപരവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ മോശക്കാരാക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. അവർ അബലകളും ചപലകളുമാണ്. അവർക്കൊരുപാട് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അവർക്കൊരുപാട് സമൂഹത്തിൽ ഇടപെടാൻ ഒരുപാട് പരിമിതികൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ട പരിഗണനകൾ അവർക്ക് നൽകേണ്ടതുണ്ട്. അവർക്കുണ്ടാകുന്ന പരിഗണന അവർക്കുള്ള ഏറ്റവും വലിയത് പ്രൊട്ടക്ഷനാണ്. ആ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇസ്ലാം മുസ്ലിം സ്ത്രീകളെ ഏത് രൂപത്തിലാകണമെന്ന് പഠിപ്പിച്ചത്. ആ പെണ്ണ് പുറത്തിറങ്ങി നടക്കുമ്പോൾ അവളുടെ ശരീരം മറക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്തിനു മറക്കണമെന്ന് പഠിപ്പിച്ചു? അവളുടെ ശരീരം അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് തുറന്ന് കാണിക്കരുത് പഠിപ്പിച്ചത് എന്തിനാണ്? അത് അവൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. കാരണം ശരീരം തുറന്ന് പുറത്തിറങ്ങിയാൽ ആളുകൾ അവളെ നോക്കാനും അവളെ കയറി പിടിക്കാനും അവൾക്ക് ഉപദ്രവം വരുത്താനും അത് കാരണമാകും. അങ്ങനെ ഇറങ്ങുന്ന ആളുകളൊക്കെ ഉപദ്രവിക്കപ്പെടുന്നു എന്നല്ല, മറിച്ച് അത് ഉപദ്രവിക്കപ്പെടാൻ ഒരു കാരണമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. കാരണം പെണ്ണ് സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, അവൾ ഏറ്റവും പവിത്രമാക്കപ്പെടേണ്ടവളാണ് എന്ന് പരിശുദ്ധമായി ദീന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ദീന് സ്ത്രീകൾക്ക് നൽകിയ ആദരവും സ്ത്രീകൾക്ക് നൽകിയ ബഹുമാനവും എത്രത്തോളമാണ് എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ആ പ്രമാണങ്ങൾ മനസ്സിലാക്കി പെണ്ണിന് ഇസ്ലാം നൽകിയ നിലയും വിലയും മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലാത്ത ഇസ്ലാമിൻ്റെ വിമർശകർ പറയുന്നത് കേട്ട് മുസ്ലിം പെണ്ണിനെ ഇസ്ലാം അടിച്ചമർത്തുന്നു എന്ന വാദമുഖങ്ങൾക്ക് നമ്മൾ ഒരിക്കലും അടിമപ്പെട്ടു പോകുവാനേ പാടില്ലെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് പഠിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഉള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.